നമസ്കാരം. സ്റ്റാൻഡേർഡ് 5 ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ് 5ാം ക്ലാസ്സിലെ വരയ്ക്കാം വായിക്കാം എന്ന പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനിയും ലേഔട്ട് പരിചയപ്പെടുകയും അതുപോലെ തന്നെ ക്ലാസ് റൂമിൻ്റെ ലേഔട്ട് വരയ്ക്കുകയും എങ്ങനെയാണ് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്, അതിനുള്ള ഉപകരണം ഏത്, ഒരു മാപ്പ് തന്നാൽ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ മനസ്സിലാക്കാം, അതിനുശേഷം ക്ലാസ് റൂം, സ്കൂള് ഇതിൻ്റെയൊക്കെ സ്കെച്ചാണ് നമ്മൾ പരിചയപ്പെട്ടത് കഴിഞ്ഞ ദിവസം. കൂടാതെ ക്ലാസ് റൂമിൽ നിങ്ങളുടെ സ്ഥാനം, നിങ്ങൾ എവിടെ ഇരിക്കുന്നു എന്നും വരെ നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞു. ഈ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്ഥാനം ക്ലാസ്സിൽ എവിടെയാണ് എന്ന് വരെയാണ് നമ്മൾ പഠിച്ച് നിർത്തിയത്. സെക്കൻഡ് ഓൺ ദ ഫസ്റ്റ് ബെഞ്ച്, ഫസ്റ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്, ഫസ്റ്റ് ഓൺ ദ തേർഡ് ബെഞ്ച്, ഈ രീതിയിൽ എഴുതണം എന്ന ഒരു മാതൃക തന്നിരുന്നു. അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം കണ്ടെത്തി കാണുമല്ലോ. ബാക്കി ഭാഗങ്ങൾ നോക്കാം. ഇഫ് സോ യു മേ ടെൽ ദ പൊസിഷൻ ഓഫ് ഈച്ച് ഓഫ് യു ഇൻ യുവർ ക്ലാസ് റൂം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെ സ്ഥാനം ഒന്ന് പറഞ്ഞു നോക്കൂ, എഴുതി നോക്കുക നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക്. ഹൗ ക്യാൻ ബി ലൊക്കേറ്റ് എ പ്ലേസ് ഓൺ എർത്ത്? ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? ഭൂമിയിൽ നമ്മുടെ സ്ഥാനം നമ്മൾ ക്ലാസ് റൂമിൽ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ ബോൾ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പന്തിൻ്റെ ചിത്രം നിരീക്ഷിക്കുക. ഡിഡ് യു സീ ദ പിക്ചർ ഓഫ് എ ഹൗസ് അഫിക്സഡ് ഓൺ ദ ബോൾ? പന്തിൽ ഒരു വീടിൻ്റെ ചിത്രം ഒട്ടിച്ചിരിക്കുന്നത് കണ്ടല്ലോ. ഹൗ ഡു വി ഡിറ്റർമിൻ ദ എക്സാക്റ്റ് പൊസിഷൻ ഓഫ് ദ ഹൗസ്? വീടിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് എങ്ങനെ പറയുവാൻ കഴിയും? ഈ പന്തിൽ ഈ വീടിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നിങ്ങൾ എങ്ങനെ പറയും? ടോപ്പ് മുകളിലാണോ, ബോട്ടം താഴെ, സെൻറ്റർ മധ്യഭാഗത്താണോ, ഓൺ വൺ സൈഡ് ഒരു വശത്താണോ? വിച്ച് ഓഫ് ദീസ് ഈസ് കറക്റ്റ്? ഈ പറഞ്ഞതിൽ ഏതാണ് ശരി? It is difficult to determine the exact position of an object on a spherical surface. ഗോളാകൃതിയുള്ള ഒരു പ്രതലത്തിൽ ഒരു വസ്തുവിൻ്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാൻ പ്രയാസമാണ്. കാരണം ഇതിന് ഗോളാകൃതിയാണ്. ഈ ഗോളാകൃതിയായ ഒരു ഏത് വസ്തുക്കളായാലും അതിൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനം, മറ്റൊരു വസ്തുവിൻ്റെ സ്ഥാനം നമുക്ക് കറക്റ്റ് പറയുവാൻ പ്രയാസമാണ്. How can we find the exact position of the house affixed on the ball? പന്തിൽ വീടിൻ്റെ ചിത്രം ഒട്ടിച്ചിരിക്കുന്ന സ്ഥാനം കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? ഷോൾ വി ഡ്രോ ലൈൻസ് വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി ഓൺ ദ ബോൾ ആർ ഷോൺ ഇൻ ദ പിക്ചർ. ഈ കാണുന്ന ചിത്രങ്ങളിൽ പന്തിൽ ചിത്രത്തിലേതുപോലെ നെടുകയും അതുപോലെ തന്നെ കുറുകയും രേഖകൾ വരച്ചാലോ, വെർട്ടിക്കലി എന്ന് വെച്ചാൽ നെടുകയും, ഹൊറിസോണ്ടലി കുറുകയും വരകൾ വരച്ചാൽ നമുക്ക് പറയുവാൻ സാധിക്കുമോ? ഹൊറിസോണ്ടൽ ലൈൻസ് ആണിത്, കുറുകയുള്ള രേഖകളാണിത്. വെർട്ടിക്കൽ ലൈൻസ് ആണിത്, നെടുകയുള്ള. ഇത് ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് വെച്ചാൽ കുറുകയുള്ള രേഖകൾ, വെർട്ടിക്കൽ ലൈൻസ് എന്ന് വെച്ചാൽ നെടുകയുള്ള രേഖകൾ. അവ രണ്ടുകൂടെ ചേർത്ത് വരച്ച മറ്റൊരു ചിത്രം, അതിൽ നമ്മൾ മുൻപറഞ്ഞ വീടിൻ്റെ ചിത്രം ആ ബോളിൽ ഇപ്പോൾ കാണാം. പക്ഷേ അതിൽ രേഖകളുണ്ട്, നെടുകയും കുറുകയും. അതായത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും രേഖകൾ ഇവിടെ കാണുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ സ്ഥാനം പറയുവാൻ സാധിക്കുമോ? ഈ ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസും വന്ന ബോളിലെ വീടിൻ്റെ സ്ഥാനം നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? ഈ ചിത്രം നോക്കിയാട്ടെ. നൗ ഇഫ് വി ഗിവ് ആൽഫബറ്റ് ആൻഡ് നമ്പർ ടു ഈച്ച് ലൈൻ. ഇവിടെ ഈ ചിത്രത്തിൽ നമ്മൾ എന്ത് കൊടുത്തു? ഓരോ വരയ്ക്കും അക്ഷരവും നമ്പറും കൂടി നൽകി, അല്ലേ? വോണ്ട് യു ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ എക്സാക്ട് പൊസിഷൻ ഓഫ് ദ ഹൗസ് ബൈ സ്പോട്ടിംഗ് ദ ലൈൻസ് ബിറ്റ്വീൻ വിച്ച് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്? അങ്ങനെ നൽകിക്കഴിഞ്ഞപ്പോൾ ഏതൊക്കെ വരകൾക്കിടയിലാണ് വീടിൻ്റെ സ്ഥാനമെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയില്ലേ? നോക്കിയാട്ടെ. ഇപ്പോൾ ഇവിടെ ABCDE എന്ന് പിന്നെ കുറുകെയുള്ള രേഖകൾക്കും അതുപോലെ തന്നെ നെടുകെയുള്ള രേഖകൾക്ക് എന്ത് കൊടുത്തു? അല്ല, കുറുകെയുള്ള രേഖകൾക്ക് 1 2 3 4ഉം അതുപോലെ തന്നെ നെടുകെയുള്ള രേഖകൾക്ക് ABCDE എന്നും
അക്ഷരങ്ങൾ കൊടുത്തു. ഇനി ഈ വീടിൻ്റെ സ്ഥാനം പറയുവാൻ കഴിയുമോ? നോക്കിയാട്ടെ, ഈ വീട് ഏതൊക്കെ അക്ഷരങ്ങൾക്കിടയിലാണ്? നോക്കൂ, സി ആൻഡ് ഡി. സി ആൻഡ് ഡിക്ക് ഇടയ്ക്കും, അതുപോലെ തന്നെ 5 ആൻഡ് 6 അല്ലേ, നമ്പേഴ്സ് ഏതൊക്കെയാണ്? 5നും 6നും ഇടയിലാണ് ഇവിടെ ഈ വീടിൻ്റെ സ്ഥാനം. അക്ഷരങ്ങളായ സി ആൻഡ് ഡി, സി ആൻഡ് ഡിയും അതുപോലെ തന്നെ എന്താണ് നമ്പേഴ്സായ 5 ആൻഡ് 6 ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ വീടിൻ്റെ സ്ഥാനമെന്ന് നമുക്ക് ഏകദേശം പറയുവാൻ സാധിക്കും. അത് ആ അക്കങ്ങളും അക്ഷരങ്ങളും കൊടുത്തത് കൊണ്ടാണ്. അടുത്ത ചിത്രം നോക്കുക. അതേപോലെ തന്നെ നെടുകയും കുറുകയും രേഖകളുണ്ട്, അക്ഷരങ്ങളുണ്ട്, ആൽഫബറ്റ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. ചോദ്യം എന്താണ്? നൗ റൈറ്റ് ഡൗൺ ദ പൊസിഷൻ ഓഫ് ദിസ് ഹൗസ് ഓൺ ദ ബോൾ. ഈ ഹൗസിൻ്റെ സ്ഥാനം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഏതൊക്കെ അക്ഷരങ്ങൾക്കിടയിലാണ്? ഡി ആൻഡ് ഇ. ഇക്കും ഡിക്കും ഇടയിലാണ് ഇവിടെ വീടിൻ്റെ സ്ഥാനം. അതുപോലെ അക്കങ്ങളായ 2 ആൻഡ് 3, 2നും 3നും ഇടയിലാണ് വീടിൻ്റെ സ്ഥാനമെന്ന് നമുക്കിവിടെ കറക്റ്റായിട്ട് പറയുവാൻ സാധിക്കും. ഇക്കും ഡിക്കും അതുപോലെ 2 ആൻഡ് 3ക്കും. അതെങ്ങനെയാണ് പറയാൻ സാധിച്ചത്? എന്തുകൊണ്ടാണ് പറയാൻ സാധിച്ചത്? കാരണം കുറുകെയുള്ള രേഖകൾക്കും നെടുകെയുള്ള രേഖകൾക്കും വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് ആർ മാർക്ക്ഡ് ബൈ ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ്. ആ നെടുകയും കുറുകെയുള്ള രേഖകൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ആൽഫബറ്റ്സും അക്ഷരങ്ങളും നമ്പറും സംഖ്യകളും കൊടുത്തത് കൊണ്ടാണ് നമുക്കങ്ങനെ സ്ഥാനം കണ്ടെത്താൻ, ആ വീടിൻ്റെ സ്ഥാനം പന്തിൽ കണ്ടെത്താൻ സാധിച്ചത്. ഒബ്സർവ് ദ ഗ്ലോബ്. ഇവ നൽകിയിരിക്കുന്ന ഗ്ലോബ് നിരീക്ഷിക്കുക. ലുക്ക് അറ്റ് ദ ലൈൻ മാർക്ക്ഡ് ഇൻ റെഡ് ഓൺ ദ ഗിവൺ ഗ്ലോബ്. ഈ ഗ്ലോബിൽ ഈ കൊടുത്തിരിക്കുന്ന റെഡ് ലൈൻ കണ്ടല്ലോ കൂട്ടുകാരെ. ഈ റെഡ് ലൈൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ പഠിക്കുന്നത്. ഗ്ലോബ് ഇൻറ്റു 2. ലുക്ക് അറ്റ് ദ ലൈൻ മാർക്ക്ഡ് ഇൻ റെഡ് ഓൺ ദ ഗിവൺ ഗ്ലോബ്. തന്നിരിക്കുന്ന ഗ്ലോബിൽ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ വര നിങ്ങൾ ശ്രദ്ധിക്കൂ. ദിസ് ഈസ് ദ ഇക്വേറ്റർ. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ ചുവന്ന കളറിലെ ഈ രേഖയെ നമുക്ക് ഇക്വേറ്റർ എന്നാണ് വിളിക്കുന്നത്. ഭൂമധ്യരേഖയെന്ന് മലയാളത്തിൽ പറയും, ഇക്വേറ്റർ. ഇനി എന്താണ് ഇക്വേറ്ററിന് ഉള്ള പ്രത്യേകത? ദിസ് ലൈൻ ഡിവൈഡ്സ് ദ ഗ്ലോബ് ഇൻറ്റു 2 ഹെമിസ്ഫിയേഴ്സ്. ഈ ഇക്വേറ്റർ, അതായത് ഭൂമധ്യരേഖ, ഈ ഗ്ലോബിനെ എന്താക്കി മാറ്റുന്നു? 2 അർദ്ധഗോളങ്ങളായിട്ട് മാറ്റുന്നു. അതായത് ഈ ഭാഗത്തിനെ ഒരർദ്ധഗോളമെന്നും, മുകൾ ഭാഗം ഒരർദ്ധഗോളം, താഴ്ഭാഗം മറ്റൊരു അർദ്ധഗോളം. വരകൾക്ക്, ചുവപ്പ് വരകൾക്ക് താഴോട്ടൊരു ഭാഗം, മുകളിലോട്ട് മറ്റൊരു ഭാഗം. അതിനെ തമ്മിൽ യോജിപ്പിച്ച് വെച്ചേക്കുന്ന ആളാണ് ഇക്വേറ്റർ. ദിസ് ലൈൻ ഡിവൈഡ്സ് ദ ഗ്ലോബ് ഇൻറ്റു 2 ഹെമിസ്ഫിയേഴ്സ്. ഈ വര, അതായത് ഈ ഭൂമധ്യരേഖയാണ് ഗ്ലോബിനെ 2 അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുന്നത്. അർദ്ധഗോളം വെച്ചാൽ പകുതി ഗോളം. ഇൻ ദ ഗിവൺ ഫിഗർ വാട്ട് ഈസ് മാർക്ക്ഡ്? എ ഈസ് ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ബി ഈസ് ദ സദേൺ ഹെമിസ്ഫിയർ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞിരുന്നാൽ തന്നിരിക്കുന്ന ചിത്രത്തിൽ എ എന്നത് ഏതാണ്? വടക്കേ അർദ്ധഗോളം, അതായത് ഉത്തരാർദ്ധഗോളം എന്നും, ബി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം തെക്കേ അർദ്ധഗോളം അഥവാ ദക്ഷിണാർദ്ധഗോളം എന്നും നമുക്ക് വിളിക്കാം. ഒബ്സർവ് the equator and other circular lines drawn above and below parallel to it. അതിന് സമാന്തരമായി, അതായത് ഭൂമധ്യരേഖയും അതിന് സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റു രേഖകളും നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഈ ചുമന്ന രേഖയ്ക്ക് മുകളിലോട്ട് വരകളുണ്ട്. മുകളിലോട്ടുള്ള കുറുകെയുള്ള രേഖകൾ നോക്കുക. താഴോട്ടും എവിടെയുണ്ട്? ചുവപ്പ് രേഖയ്ക്ക് താഴെയും അതുപോലെ കുറുകെയുള്ള രേഖകൾ ഉണ്ട്. സമാന്തരമായിട്ടാണത് വരച്ചിരിക്കുന്നത്. ഇവയെ നമുക്ക് എന്ത് വിളിക്കാം?
ദീസ് ആർ ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. ഇവയെ നമുക്ക് ആ സമാന്തരമായുള്ള മുകളിലോട്ടും താഴോട്ടുമുള്ള രേഖകളെ നമുക്ക് അക്ഷാംശ രേഖകൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് വിളിക്കാം. ഡോണ്ട് യു സീ ദ സെമി സർക്കുലർ ലൈൻസ് ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ഓർ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. അതായത് അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന അർദ്ധവൃത്താകൃതിയുള്ള രേഖകൾ നിങ്ങൾ കണ്ടില്ലേ? ഈ രേഖകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുന്നത്. ദീസ് ആർ ദ ലോങ്ങിറ്റ്യൂഡിനൽ ലൈൻസ് ഓർ ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്സ്. ഈ രേഖകളെ നമുക്ക് രേഖാംശ രേഖകളെന്ന് വിളിക്കാം. അതായത് മുകളിൽ നിന്ന് താഴോട്ടുള്ളത് നെടുകയുള്ള വരകൾ. ആ നെടുകയുള്ള വരകളെ ഈ ഗ്ലോബിൽ കാണുന്ന നെടുകയുള്ള ഈ ചുമപ്പ് വരയെ ഹണ്ണിച്ചുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വരച്ചിരിക്കുന്ന നെടുകയുള്ള വരകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? രേഖാംശ രേഖകളെന്ന് വിളിക്കുന്നത്. അത് അർദ്ധവൃത്താകൃതിയാണ്. പകുതി വൃത്ത രൂപത്തിലുള്ള രേഖകളാണ് ഏത്? ലോങ്ങിറ്റ്യൂഡ്സ്, രേഖാംശ രേഖകൾ. The location of a place on the earth is determined based on these imaginary ലൈൻസ്. അതായത് ഇവയെ രേഖാംശ രേഖകളെന്ന് വിളിക്കും. ഭൂമിയിലെ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനനിർണ്ണയം നടത്തുന്നത് ഈ സാങ്കല്പിക രേഖകളെ അടിസ്ഥാനമാക്കിയാണ്. ഏത് സാങ്കല്പിക രേഖകളെ? ലോങ്ങിറ്റ്യൂഡ്സ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്സ്. അക്ഷാംശ രേഖാംശ രേഖകളെ സങ്കല്പിച്ചാണ് ഗ്ലോബിൽ ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനനിർണ്ണയം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും പ്ലേസ് ലൊക്കേഷൻ നടത്തുന്നത് ഈ രേഖകളെ ആശ്രയിച്ചാണ്. ലോങ്ങിറ്റ്യൂഡ്സ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്സ്. ഒബ്സർവ് ദ ഗ്ലോബ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ലൈൻസ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സ് ലൈൻസ്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്ലോബ് നിരീക്ഷിച്ച് അക്ഷാംശ രേഖകളുടെയും രേഖാംശ രേഖകളുടെയും സവിശേഷതകൾ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ? ഈ ഇക്വേറ്റർ ഇതിനെ രണ്ട് ഭാഗമായിട്ട് ദിസ് ഇക്വേറ്റർ ഈസ് ഡിവൈഡഡ് ദ എർത്ത് ഇൻറ്റു 2 ഹെമിസ്ഫിയേഴ്സ്. ദ വൺ ഈസ് നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് അതർ ഈസ് സദേൺ ഹെമിസ്ഫിയർ. ഇക്വേറ്റർ എന്ന് പറയുന്ന ഭൂമധ്യരേഖ ഭൂമിയെ 2 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. മുകളിലത്തേക്കുള്ള രേഖകൾ അർദ്ധഗോളത്തിനെ വടക്കേ അർദ്ധഗോളമെന്നും താഴെയുള്ളതിനെ തെക്കേ അർദ്ധഗോളമെന്നും പറയും. അപ്പം ഇത് ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ഈസ് കോൾഡ് ഇക്വേറ്റർ. ഇതിലെ ഏറ്റവും വലിയ അക്ഷാംശ രേഖകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്ഷാംശ രേഖകളെയാണ് ഭൂമധ്യരേഖ എന്ന് വിളിക്കുന്നത്. ഭൂമധ്യരേഖയ്ക്ക് മുകളിലോട്ടുള്ള ഗോളം ഉത്തരാർദ്ധഗോളവും താഴെയുള്ളത് ദക്ഷിണാർദ്ധഗോളവും. അതാണ് അതിൻ്റെ ഒരു സവിശേഷത. പിന്നെ അവയെ രണ്ടായിട്ട് തിരിക്കുന്നു, അത് മറ്റൊരു സവിശേഷത. പിന്നെന്താണ്? ഇറ്റ് വാസ് എ റൗണ്ട് ഷേപ്പ് അല്ലേ? ഇതിന് വൃത്താകൃതിയാണ്. കുറുകെയുള്ള ഈ രേഖകൾക്ക് ലാറ്റിറ്റ്യൂഡ്സിന് വൃത്താകൃതിയാണ് അല്ലേ? ഓൺ ദ ടോപ്പ് ദെയർ വാസ് എ പോയിൻറ്റ്. ഇത് മുകളിലോട്ട് പോകും തോറും സ്മോളായിട്ട് വരും ഈ വൃത്തങ്ങൾ. ദീസ് സർക്കിൾസ് ആർ എന്താണ്? സ്മോൾ ആൻഡ് സ്മോൾ ഓൺ ദ ടോപ്പ്. മുകളിലേക്ക് പോകും തോറും വൃത്തങ്ങൾ ചെറുതായി ഏറ്റവും മുകളിലെത്തുമ്പോൾ ഇറ്റ്സ് കോൾഡ് എ പോയിൻറ്റ്. ഒരു ബിന്ദുവിൽ അത് എത്തിച്ചേരും. അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ അടുത്തത് ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ചോദിച്ചാൽ, ലോങ്ങിറ്റ്യൂഡ്സ് എന്താണ്? നമ്മൾ പറഞ്ഞു അതിൻ്റെ അർദ്ധവൃത്താകൃതിയാണ്. അർദ്ധവൃത്താകൃതിയിലുള്ള രേഖകളാണ് ലോങ്ങിറ്റ്യൂഡ്സ്. These are longitudinal lines or lines of longitudes. The location of a place on the earth determined by latitudinal lines. These are longitudinals and the location of a place. ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നത് സഹായിക്കുന്ന 2 രേഖകളാണ് അക്ഷാംശ രേഖാംശ രേഖകൾ. രേഖാംശ രേഖയുടെ പ്രത്യേകത അത് അർദ്ധവൃത്താകൃതിയിലാണ്, പകുതി വൃത്തത്തിൻ്റെ ആകൃതിയിലാണ്. ഈ കാണുന്ന വൃത്തങ്ങൾ, ഈ പോയിൻ്റുകൾ, ഈ ഉത്തരാർദ്ധഗോളത്തെയും ഈ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഭാഗത്തെ നമ്മൾ പോൾസ്
ഇതാണ് പോൾസ്. ആ പോയിൻറ്റിനെ നമ്മൾ പോൾസ് എന്നാണ് വിളിക്കുക. അപ്പോൾ നോർത്ത് പോളാണിത്. താഴെ കാണുന്നത് സൗത്ത് പോൾ. നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖകളാണ് ലോങ്ങിറ്റ്യൂഡ്സ് അല്ലേ? അർദ്ധവൃത്താകൃതിയിൽ കാണുന്ന രേഖാംശ രേഖകൾ. അതും ഇതിനെ എന്താണ്, നമ്മുടെ ഭൂമിയെ രണ്ട് അർദ്ധഗോളമായിട്ട് തിരിക്കും. അതിൻ്റെ ഒരു ഭാഗത്തെ, ഈ ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം? ഇത്രയും ഭാഗത്തെ നമുക്ക് രണ്ട് ഭാഗമായിട്ട് തിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തെ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും അടുത്ത ഭാഗത്തെ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വിളിക്കാം. പടിഞ്ഞാറേ അർദ്ധഗോളവും അതുപോലെ തന്നെ കിഴക്കേ അർദ്ധഗോളവും. ഇത്രയൊക്കെയാണ് ലാറ്റിറ്റ്യൂഡ്സിൻ്റെയും ലോങ്ങിറ്റ്യൂഡ്സിൻ്റെയും എന്താണ് ഫീച്ചേഴ്സ്. ഗ്ലോബ് ആൻഡ് മാപ്പ്. എ ഗ്ലോബ് ഈസ് എ സ്പെറിക്കൽ മോഡൽ ഓഫ് ദ എർത്ത്. ഗോളാകൃതിയുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. When the features of the Earth's surface are drawn on a flat surface, we can develop a map. ഗോളാകൃതിയുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ അതിനെ നമുക്ക് ഭൂപടമെന്ന് വിളിക്കാം. ഗ്ലോബ് എന്ന് പറയുന്നത് ഭൂമിയുടെ മാതൃകയാണ്. ഇറ്റ് ഈസ് എ മോഡൽ ഓഫ് എർത്ത്. വെൻ ദ ഫീച്ചേഴ്സ് ഓഫ് എർത്ത് സർഫസ്, ആ ഭൂമിയുടെ പ്രതലത്തിലെ പ്രത്യേകതകൾ അല്ലെ സവിശേഷതകൾ നമ്മളൊരു പരന്ന പ്രതലത്തിലേക്ക്, ഫ്ലാറ്റ് സർഫസിലേക്ക് വരയ്ക്കുമ്പോൾ അതിനെ നമുക്ക് ഭൂപടമെന്ന് വിളിക്കാം. അതാണ് ഗ്ലോബും ഭൂപടവും തമ്മിലുള്ള ഒരു ബന്ധം. ഒന്ന് ഗ്ലോബാണ്. ആ ഗ്ലോബിനെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റിയപ്പോൾ അതെന്തായി? വേൾഡ് മാപ്പായി. ഗ്ലോബ് പരന്ന പ്രതലത്തേക്ക് വന്നപ്പോൾ അത് ലോക ഭൂപടമായിട്ട് മാറി. ഒബ്സർവ് ദ മാപ്പ് ഓഫ് കേരള. ഇനി കേരളത്തിൻ്റെ ഭൂപടം ഒന്ന് നിരീക്ഷിക്കുക. കേരളത്തിൻ്റെ ഭൂപടത്തിൽ പേജുകൾ മാറി. കേരളത്തിൻ്റെ ഭൂപടത്തിൽ രാഷ്ട്രീയ ഭൂപടം പൊളിറ്റിക്കൽ മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. പൊളിറ്റിക്കൽ മാപ്പിൽ ശ്രദ്ധിച്ചു നോക്കിക്കേ. പൊളിറ്റിക്കൽ മാപ്പിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? പൊളിറ്റിക്കൽ മാപ്പിൽ അതിൻ്റെ അതിർത്തികളുണ്ട്, ജില്ലാ അതിർത്തികളുണ്ട്. ശ്രദ്ധിക്കുക, ഈ ഭൂപടത്തിൽ എന്തൊക്കെ കാണാം? ഇത് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ മാപ്പാണ്, രാഷ്ട്രീയ ഭൂപടമാണ്. ഇതിൽ കേരളത്തിലെ 14 ജില്ലകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. നോർത്ത് എവിടെയാണ്, സൗത്ത് എവിടെയാണ്, വെസ്റ്റ് എവിടെയാണ്, ഈസ്റ്റ് എവിടെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡെക്സ് ഉണ്ട്. സ്റ്റേറ്റ് ബൗണ്ടറി, അതായത് സംസ്ഥാന അതിർത്തി കാണിക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട് ബൗണ്ടറി, ജില്ലാ അതിർത്തി കാണിക്കുന്നുണ്ട്. ക്യാപിറ്റൽ, തലസ്ഥാനം കാണിക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്, ജില്ലാ ആസ്ഥാനങ്ങൾ കാണിക്കുന്നുണ്ട്. അത് ഇൻഡെക്സ്, സൂചിക എന്ന് പറയും മലയാളത്തിൽ. പിന്നെ അതിൻ്റെ അളവ് എങ്ങനെയാണ് അവരെടുത്തിരിക്കുന്നത് എന്ന് സ്കെയിലിൽ കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് കേരളത്തിൻ്റെ ഈ ഭൂപടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോട്ട് ദാറ്റ് ദ ഗിവൺ മാപ്പ് ഈസ് ലേബിൾഡ് വിത്ത് ലെറ്റേഴ്സ് ABC. തന്നിരിക്കുന്ന ഭൂപടത്തിൽ ABC എന്നീ അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ABC, ഇവിടെ C ഉണ്ട്, ഇൻഡെക്സ്. കേരള പൊളിറ്റിക്കൽ മാപ്പ്, തലക്കെട്ട്, അതിൻ്റെ ഹെഡിങ് എങ്ങനെയാണ്? B ഡയറക്ഷനും കാണിക്കുന്നുണ്ട്. ഇനി എന്താണ് പറഞ്ഞേക്കുന്നത് ശ്രദ്ധിക്കുക. They are the title, direction and index of the map respectively. അതിൽ A എന്ന് പറയുന്നത് ടൈറ്റിലാണ്. ഇതിൻ്റെ ടൈറ്റിൽ A എന്ന് പറയുന്നത് ഇതിൻ്റെ ടൈറ്റിൽ കേരള, ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടമാണെന്ന് മനസ്സിലാക്കാം. B എന്ന് പറയുന്നത്
ഇൻഡെക്സ് ഡയറക്ഷൻ, അതിൻ്റെ ദിക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാം. സി എന്ന് പറയുന്നത് അതിൻ്റെ സൂചിക, അതിലെന്തൊക്കെ അടയാളങ്ങൾ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ദീസ് ആർ ദ എസെൻഷ്യൽ കമ്പോണൻസ് ഓഫ് എ മാപ്പ്. ഇതാണ് ഒരു ഭൂപടത്തിൻ്റെ അടിസ്ഥാന ആവശ്യ ഘടകങ്ങൾ. ഇവയൊക്കെയാണ് ഏതൊക്കെ? ടൈറ്റിൽ, ഇൻഡെക്സ് ആൻഡ് ഡയറക്ഷൻ ആർ ദ essential components of a map. The map reading is done by using these components. ഇത് ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ ഭൂപടങ്ങൾ വായിക്കാൻ അല്ലെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. The title is generally given on the top of the map. എപ്പോഴും ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്താണ് പൊതുവെ തലക്കെട്ട് നമ്മൾ കൊടുക്കുന്നത്. The title refers to the content of the map. ആ ടൈറ്റിലിൽ നിന്നാണ് ഭൂപടത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത്. തലക്കെട്ടാണ് നമുക്ക് സൂചന നൽകുന്നത്. ലൊക്കേറ്റ് ദ ടൈറ്റിൽ ഓൺ ദ ഗിവൺ മാപ്പ്. ആ തന്നിരിക്കുന്ന നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കേരളത്തിൻ്റെ ഭൂപടത്തിൽ അതിൻ്റെ തലക്കെട്ട് എന്താണ്? ടൈറ്റിൽ കേരള പൊളിറ്റിക്കൽ മാപ്പ്. ഇതാണ് അതിൻ്റെ ടൈറ്റിൽ, കേരള പൊളിറ്റിക്കൽ മാപ്പ്. അതാണ് അതിൻ്റെ ടൈറ്റിൽ. ചെക്ക് ഔട്ട് ദ ടൈറ്റിൽസ് ഗിവൺ ടു ദ ഡിഫറെൻറ്റ് മാപ്സ് ഇൻ ദ സോഷ്യൽ സയൻസ് ലാബ് ഓഫ് യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ലാബിൽ കയറി പരിശോധിച്ചാൽ വിവിധ ഭൂപടങ്ങൾ കാണാം. അവയ്ക്ക് ഓരോ ഭൂപടത്തിനും എന്തുണ്ട്? ടൈറ്റിൽസ് ഉണ്ട്. അവ കണ്ടെത്താൻ കൂട്ടുകാരെല്ലാവരും ശ്രമിക്കുക. When the sketch of the classroom and school were made, didn't we give the symbols indicating the directions? നമ്മൾ നമ്മുടെ സ്കൂളിലെ ക്ലാസ് മുറിയുടെയും സ്കൂളിൻ്റെയും രൂപരേഖ തയ്യാറാക്കിയപ്പോൾ ദിശ സൂചിപ്പിക്കുന്ന ചിഹ്നം നമ്മൾ നൽകിയിരുന്നു. ഫൈൻ ദ സിമ്പിൾ ടു ഐഡൻറ്റിഫൈ ഡയറക്ഷൻസ് ഇൻ ദ ഗിവൺ മാപ്പ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിലെ ദിശ തിരിച്ചറിയുവാനുള്ള ചിഹ്നം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതായിരുന്നു ആ ഭൂപടത്തിൽ തന്നിരിക്കുന്ന ചിഹ്നം. നോക്കിക്കേ കൂട്ടുകാരെ, മുകളിലേക്ക് പോകുമ്പോൾ അതാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡയറക്ഷൻ, ദിശ സൂചിപ്പിക്കുന്ന സിമ്പൽ. ലിസ്റ്റ് ദ കോസ്റ്റൽ ഡിസ്ട്രിക്ട്സ്. പേജുകൾ മാറ്റണം, അത് തിരിഞ്ഞു പോകുന്നുണ്ട് പേജുകൾ. കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഇത് സിമ്പിൾസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സിമ്പിൾസ് ഏതൊക്കെയാണ്? ഡയറക്ഷൻ്റെ സിമ്പിൾ പറഞ്ഞു. പിന്നീട് തലക്കെട്ട് ടൈറ്റിൽ എന്താണെന്ന് സൂചിപ്പിച്ചു. ഇവിടെ ലിസ്റ്റ് ദ കോസ്റ്റൽ ഡിസ്ട്രിക്ട്സ് ടു ദ നോർത്ത് ഓഫ് തൃശ്ശൂർ ആൻഡ് ദ വൺസ് ടു ദ സൗത്ത് ഓഫ് തൃശ്ശൂർ. തൃശ്ശൂരിന് വടക്ക് കടലിനോട് ചേർന്നിരിക്കുന്ന ജില്ലകളും തൃശ്ശൂരിന് തെക്ക് കടലിനോട് ചേർന്നിരിക്കുന്ന ജില്ലകളും പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. വിച്ച് സ്റ്റേറ്റ് ലൈസ് ടു ദ ഈസ്റ്റ് ഓഫ് കേരള. കേരളത്തിൻ്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭൂപടം വായിച്ച് മനസ്സിലാക്കി ഇവ കണ്ടെത്തി വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാരും ക്ലാസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ചോദ്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തൃശ്ശൂരിന് വടക്ക് കടലിനോട് ചേർന്നിരിക്കുന്ന ജില്ലകളും തൃശ്ശൂരിന് തെക്ക് കടലിനോട് ചേർന്നിരിക്കുന്ന ജില്ലകളുമാണ് പട്ടികപ്പെടുത്തേണ്ടത്. കേരളത്തിൻ്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നും എല്ലാ കുട്ടികളും കണ്ടെത്തുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും.